ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹരോ ഹര ഹര. ഓം സ്കന്ദായ നമഃ. ഓം കുമരായ നമഃ. ഓം വേലായ നമഃ. വേൽമുരുക ഹരോഹര. വേലായുധ ഹരോഹര. ഹര ഹരോ ഹര ഹര. ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് സ്കന്ദപുരാണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കന്ദപുരാണം എനിക്ക് പറയാനായിട്ട് വന്നിട്ട് കുറച്ച് എന്താ പറയുക തടസ്സങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അതാണ് എനിക്ക് വന്നിട്ട് പറയാൻ കഴിയാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ്. അച്ചടി ഭാഷയിൽ തന്നെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വായിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് പഠിച്ച് അങ്ങനെ ഒരു രീതിയിലല്ല പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആത്മീയ പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് ഭൗതികതയുണ്ട്, അതുപോലെ തന്നെ ആത്മീയതയുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് രണ്ടും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഭൗതികതയും നമുക്ക് വേണം, എന്നാൽ നമുക്ക് ആത്മീയതയും വേണം. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ആത്മീയതയിലേക്ക് വരുന്നത് എപ്പോഴാണ്? നമുക്ക് കുറച്ചുകൂടി ഏജ്ഡ് ഒക്കെ ആവുമ്പോൾ, നമുക്ക് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ടൈമിൽ, കുറച്ചുകൂടെ ഏജ്ഡ് ആവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ വേറെയുള്ള ഉത്തരവാദിത്തങ്ങൾ, വേറെയുള്ള ഭൗതിക കാര്യങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറുന്ന ടൈമിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു ഭക്തിയിലേക്ക് വരാൻ കഴിയും അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ ഇതിലുള്ളവർ അയലെ യങ്സ്റ്റേഴ്സാണ്, ഒരു 30 ഏജിനൊക്കെ അകത്തുള്ളവർ തന്നെയാണ് അല്ലേ ഇതിൽ വരുന്നത്. കുറച്ച് പേരൊക്കെ ഉള്ളൂ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ വരുന്നത് തന്നെ ഇതിൽ ലൈവിൽ പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്താ പറയുക പൂർണ്ണമായിട്ട് ആത്മീയത നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന കാര്യമില്ല. പക്ഷേ എന്നാൽ കൂടിയും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയുക ഭൗതികത കാര്യങ്ങളിൽ കൂടി നമുക്ക് ആത്മീയതയും കൂടി നമ്മൾ കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പം രണ്ടും കൂടി ചില ഗുരുക്കന്മാരായാലും ചിലരായാലും പറയും, ഇപ്പം രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ നമുക്ക് കഴിയില്ല, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷെ നമുക്ക് ഭൗതികതയും വേണം അല്ലേ. നമുക്ക് കുടുംബവും വേണം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും വേണം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേണം. അത് ഭഗവാനും അറിയാവുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ആത്മീയതയും കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം എനിക്ക് ക്ഷേത്ര ദർശനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ക്ഷേത്ര ദർശനം അങ്ങനെയൊന്നും നടക്കുന്നില്ല. അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോബിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അല്ലാതെ എന്താ പറയുക കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകുന്നതൊക്കെ ഇപ്പോൾ ഒത്തിരി മുടക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലല്ല, കുറച്ച് ലോങ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് വായിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കന്ദപുരാണത്തിലെ മുരുക ഭഗവാന്റെ ഗർവഭംഗം എന്നുള്ള ആ ഒരു ഭാഗമാണ്. മുരുക ഭഗവാന്റെ അല്ല, അഗസ്ത്യ മഹർഷി ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പം ആ ഒരു ഭാഗം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. ഗർവഭംഗം. അഗസ്ത്യ മഹർഷി പുണ്യകാശിയിലെത്തി. അവിടെ അദ്ദേഹം കാശിനാഥനായ സർവേശ്വരനെ ദർശനം ചെയ്തു. അവിടെ നിന്ന് ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ട മഹാമുനി വഴിമധ്യത്തിൽ ആകാശത്തോളം ഉയരത്തിൽ വളർന്നു നിന്നിരുന്ന വിന്ധ്യപർവ്വതം ദർശിച്ചു. മഹർഷി സൗമ്യമായി പർവ്വതത്തോട് അഭ്യർത്ഥിച്ചു, അല്ലയോ വിന്ധ്യപർവ്വതമേ, നാം ബോധിമലയിലേക്ക് പോവുകയാണ്. മാർഗതടസ്സം സൃഷ്ടിക്കാതെ മാറി നിന്നാലും. അപ്പോ അഗസ്ത്യ മഹർഷി എവിടേക്ക് പോവുകയാണ്? പുണ്യകാശിയിൽ എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം കാശിനാഥനായ സർവേശ്വരനെ, ആ പരമശിവനെ ദർശനം ചെയ്യുകയാണ്. അതിനുശേഷം ദക്ഷിണ ദിക്കിലേക്ക് ആ മഹാമുനി പുറപ്പെടുകയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിമധ്യത്തിൽ ആകാശത്തോളം ഉയരത്തിൽ ഒരു വൃക്ഷം വളർന്നു നിൽക്കുകയാണ്, വിന്ധ്യപർവ്വതം. ആ വൃക്ഷത്തിനടുത്ത് വിന്ധ്യപർവ്വതം വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ വിന്ധ്യപർവ്വതത്തിനെ കാണുന്ന അഗസ്ത്യ മഹർഷി വിന്ധ്യപർവ്വതത്തോട് പറയുകയാണ്, ഹേ വിന്ധ്യപർവ്വതമേ,
ബോധിമലയിലേക്ക് ഞാൻ പോവുകയാണ്, അതുകൊണ്ട് നീ തടസ്സം സൃഷ്ടിക്കാതെ ഇവിടെ നിന്നൊന്ന് മാറിത്തരണം എന്ന് മഹർഷി പറയുകയാണ്. അപ്പൊ ഈ ബോധിമരം എന്നുള്ള ബോധിമല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം പറഞ്ഞ സമയത്താണ് ഞാൻ ഓർക്കുന്നത്. ബോധിധർമ്മൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സൂര്യയുടെ നല്ലൊരു ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ബോധിധർമ്മന്റെ ആ ഒരു ഇത് വരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ചും കഴിഞ്ഞ ജന്മത്തിലെ താനാ ബോധി ധർമ്മനായിരുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ജീനാണ് തന്നിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മൂവിയാണതല്ലേ. അപ്പം അതില് ആ മൂവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഒരു ടൈമിൽ ഇതുപോലെ കുറെ വസൂരി ബാധിച്ച സമയത്ത് കുറെ പേരെ രക്ഷിച്ചു ബോധിധർമ്മൻ. അങ്ങനെയുള്ള ഒരു ബോധിധർമ്മന്റെ രക്തമാണ്, അല്ലെങ്കിൽ ബോധിധർമ്മന്റെ ആ ഒരു ജീനാണ് ഈ ഇപ്പോഴുള്ള സൂര്യ എന്നുള്ള രീതിയിൽ ആ ഒരു മൂവി. അതൊരു നല്ല ഒരു മൂവിയാണ്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഋഷിമാരും ഇങ്ങനെയുള്ളവരും ഒക്കെ നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഹിന്ദുസിൽ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഈ ഒരു ഇതിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ പറയുന്ന ഈ എന്താ പറയാ, ഈ കൈലാസത്തിലൊക്കെയുള്ള ഈ മുനിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതുപോലെ എന്താ പറയാ, അത്രയും പവർഫുൾ ആണ് അവർ, അത്രയും എന്താ പറയാ, യോഗി വൈദ്യന്മാർക്ക് എന്തും ചെയ്യാൻ സാധിക്കും, പല പല സിദ്ധികളൊക്കെ ഉള്ളവരാണ്. അഘോരികൾ എന്നൊക്കെ പറയുന്നവരൊക്കെ വളരെയധികം സിദ്ധികളൊക്കെ ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ബോധിധർമ്മന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മലയിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിക്കാതെ ഇവിടെ നിന്ന് മാറണം എന്ന് ആര് പറയുകയാണ്? അഗസ്ത്യ മഹർഷി ആ വിന്ധ്യപർവ്വതത്തോട് പറയുകയാണ്. വിന്ധ്യപർവ്വതം ഇത് കേട്ട് പരിഹാസപൂർവ്വം പറഞ്ഞു, കൊള്ളാം, ഇത്തിരി പോന്ന കുറുമുനിയുടെ ആഗ്രഹം അത്ഭുതകരമായിരിക്കുന്നു. ചന്ദ്രന്മാരും മറ്റുള്ള ഗ്രഹങ്ങളും വാനം മുട്ടി വളർന്നു നിൽക്കുന്ന നമ്മുടെ ആകാരം കണ്ട് ഭയന്ന് ചലനമറ്റ് സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഇത്തിരി മാത്രം ഉയരമുള്ള കുറുമുനിക്ക് ഒരു യാത്ര ചെയ്യുന്നതിന് നാം വഴി കൊടുക്കണം പോലും. തുടർന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് മറ്റു വഴി നോക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇത് അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടും ഈ എന്താ പറയാ, ഈ വിന്ധ്യപർവ്വതം ഇത് കേട്ട് പരിഹസിക്കുകയാണ്. എന്നിട്ട് വിന്ധ്യപർവ്വതം എന്താണ് പറയുന്നത്? സൂര്യചന്ദ്രന്മാർ പോലും ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് വഴിമാറി അവരായിട്ട് വഴിമാറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് അങ്ങേക്ക് വഴിമാറി തരുന്നത്? ഞാൻ വഴിമാറി തരില്ല എന്ന് വിന്ധ്യപർവ്വതം അഹങ്കാരത്തോടു കൂടി അഗസ്ത്യ മഹർഷിയോട് പറയുകയാണ്. മഹാമേരു മലയുടെ ഗർഭം അകറ്റുന്നതിന് വളർച്ചയെ പ്രാപിച്ച വിന്ധ്യമല സ്വയം അഹങ്കരിച്ചു. വിന്ധ്യപർവ്വതത്തിന്റെ പരിഹാസ വചനങ്ങൾ കേട്ട അഗസ്ത്യമുനി ആ മലയുടെ വിവരദോഷത്തെ കുറിച്ചോർത്ത് പരിതപിച്ചു. അദ്ദേഹം വിന്ധ്യാചലത്തിനു നേരെ തന്റെ ചെറിയ കരം നീട്ടി. നീണ്ടു വളർന്നു വലുതായ തന്റെ വലതുകരം മഹർഷി വിന്ധ്യമലയുടെ മൂർധാവിൽ പതിപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ വിന്ധ്യമല പാതാളത്തിലേക്ക് തള്ളപ്പെട്ടു. അഹങ്കാരം വീഴ്ചയ്ക്ക് വഴിയൊരുക്കി. ആ മഹാത്ഭുതം ദർശിച്ച ദേവന്മാർ പുഞ്ചിരിച്ചുകൊണ്ട് പാതാളത്തിൽ അമർന്ന വിന്ധ്യമല ആദിശേഷ സമീപമെത്തി. അതോടെ അവന്റെ അഹങ്കാരമകന്ന് ബോധോദയമുണ്ടായി. അപ്പോൾ ഇത് കേട്ട ഉടനെ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? ഈ വിന്ധ്യപർവ്വതത്തെ പിഴുതെറിയുകയാണ്. പിഴുതെറിഞ്ഞിട്ട് എവിടെയാണ് വിന്ധ്യപർവ്വതം ചെന്ന് വീഴുന്നത്? പാതാളത്തിൽ കൂടെ പോയിട്ട് പാതാളത്തിൽ അമർന്ന വിന്ധ്യമല ആദിശേഷന്റെ സമീപത്തെത്തുകയാണ്. ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നാരായണൻ അല്ലേ? നാരായണൻ, അനന്തൻ എന്നൊക്കെ നമ്മൾ പറയും. ബലരാമനാണ്, ശ്രീകൃഷ്ണന്റെ സഹോദരനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ആദിശേഷന്റെ സമീപത്തേക്ക് ഈ വിന്ധ്യമല എത്തുകയാണ്. അതോടെ അവന്റെ അഹങ്കാരമകന്ന് ബോധോദയം അവനുണ്ടാവുകയാണ്. താൻ അറിയാതെ ചെയ്തുപോയ അപരാധങ്ങൾ പൊറുത്തരളയണമെന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള വരം അരുളി അനുഗ്രഹിക്കണമെന്നും വിന്ധ്യമല മുനിയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ എന്നിട്ട് വിന്ധ്യമല പറയുകയാണ്, താൻ ചെയ്തു പോയ അപരാധങ്ങൾ പുറത്തരളയണമെന്നും അതുപോലെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള വരം നൽകി തന്നെ അനുഗ്രഹിക്കണമെന്നും വിന്ധ്യമല മുനിയോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവത് പ്രസാദ സർവപ്രധാനമായി കരുതുന്ന അഗസ്ത്യൻ ഈ ഈശ്വര കാരുണ്യമാണ് ഉയർച്ചയ്ക്കുള്ള ഏക വഴിയെന്ന് വിന്ധ്യന് ഉപദേശിച്ചു. ഉയർച്ചയിൽ അഹങ്കരിച്ച് ഈശ്വരനിന്ദ ചെയ്യുന്നവൻ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്യുന്ന താൻ വീണ്ടും ഈ വഴിയെ വരുമ്പോൾ വിന്ധ്യന് മോചനം നൽകാമെന്ന് അനുഗ്രഹിച്ച് അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ അഗസ്ത്യ മുനി എന്ത് ചെയ്യണം? അവസാനം ആ വിന്ധ്യപർവ്വതത്തിന്
മാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് പർവ്വതത്തെ ഉപദേശിക്കുകയാണ്. പ്രധാനമായി കരുതുന്ന അഗസ്ത്യൻ ഈശ്വര കാരുണ്യമാണ് ഉയർച്ചയ്ക്കുള്ള ഏക വഴിയെന്ന് വിന്ധ്യനെ ഉപദേശിച്ചു. അപ്പൊ ഈശ്വര കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു ഉപദേശം ആർക്ക് കൊടുക്കുകയാണ്? വിന്ധ്യന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഉയർച്ചയിൽ അഹങ്കരിച്ച് ഈശ്വരനിന്ദ ചെയ്യുന്നവൻ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അപ്പം തന്റെ ഉയർച്ചയിൽ അഹങ്കരിച്ചുകൊണ്ട് ഈശ്വരനിന്ദ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തിനെയാണ്? വിനാശത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ദക്ഷിണദിക്കിലേക്ക് യാത്ര ചെയ്യുന്ന താൻ വീണ്ടും ഈ വഴിയെ വരുമ്പോൾ വിന്ധ്യന് മോചനം നൽകാമെന്ന് അനുഗ്രഹിച്ച് അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ ദക്ഷിണദിക്കിലേക്ക് യാത്ര ചെയ്യുന്ന താൻ വീണ്ടും ഈ വഴിയെ വരുമ്പോൾ വിന്ധ്യന് മോചനം നൽകാം എന്ന് ഉപദേശിച്ചതിന് ശേഷം അദ്ദേഹം യാത്ര തുടരുകയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഓം ശക്തി പരാശക്തി, ഹരഹരോ ഹരഹര. അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് 2 രാക്ഷസന്മാരുടെ അന്ത്യം എന്നുള്ളൊരു ഭാഗമാണ്. അപ്പൊ അതും കൂടി ഞാൻ വായിക്കാം കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അതും കൂടെ വായിക്കാം. ദക്ഷിണ ദിക്ക് ലക്ഷ്യമാക്കിയുള്ള തന്റെ യാത്ര തുടർന്ന അഗസ്ത്യമുനി ഇല്ലുല വാതാപി രാക്ഷസന്മാർ നാടകമാടുന്ന കാനനത്തെ സമീപിച്ചു. അപ്പോൾ ഇല്ലുലൻ വാതാപിയോട് പറഞ്ഞു, ക്രൗഞ്ചാസുരനെ ശപിച്ച് മലയായി മാറ്റിയവനാണ് നമ്മുടെ വർഗശത്രുവായ അഗസ്ത്യൻ. ജ്ഞാനസാഗരമെന്നാണ് അവൻ സ്വയം അഹങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ജാഗ്രതയോടെ വേണം ഇവനെ നാം സമീപിക്കേണ്ടത്. അപ്പം ദക്ഷിണ ദിക്കിലൂടെ അഗസ്ത്യമുനി ഇങ്ങനെ വരുമ്പോ ഇല്ലുല വാതാപി എന്ന് പറഞ്ഞ 2 അസുരന്മാർ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ അസുരന്മാർ പറയുകയാണ്, ഈ അസുരന്മാർക്ക് മുൻപേ ഉള്ള കഥ അറിയാം. ക്രൗഞ്ചാസുരനെ ശപിച്ച് മലയാക്കി മാറ്റിയ മഹർഷിയാണ് അഗസ്ത്യ മഹർഷി. അതുകൊണ്ട് തന്നെ ഈ അഗസ്ത്യ മഹർഷിയെ കാണുമ്പോൾ തങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഈ ഇല്ലുലയും വാതാപിയും പറയുകയാണ്. അത് ശരിവെച്ച വാതാപി അടുത്ത ക്ഷണത്തിൽ അജമായി മാറി. അപ്പൊ അത് ശരിവെച്ച വാതാപി എന്ത് ചെയ്യുകയാണ്? അത് അടുത്ത നിമിഷത്തിൽ ഒരു അജമായി മാറുകയാണ്. മഹർഷിയുടെ വഴിയിൽ നിന്ന് പുല്ലുമേയുവാൻ തുടങ്ങി. ആ സമയത്ത് രുദ്രാക്ഷമാലകളും മരപുരിയും ധരിച്ച ഇല്ലുലൻ ഭസ്മക്കുറിയണിഞ്ഞ് ദണ്ഡും കമണ്ഡലവുമേന്തി ജടാമുടിയോടെ ശിവയോഗിയായി അഗസ്ത്യ മഹർഷിയുടെ മുമ്പിലെത്തി വന്ദിച്ചു പറഞ്ഞു, മഹർഷി, അവിടുത്തെ ദർശന സൗഭാഗ്യം സിദ്ധിച്ച ഞാൻ പരമഭാഗ്യവാൻ തന്നെ. അടിയന്റെ പർണാശ്രമത്തിൽ എഴുന്നരുളി അമൃതേത്ത് കഴിച്ച് വിശ്രമിച്ച് യാത്ര തുടർന്നാലും. ത്രികാല ജ്ഞാനിയെങ്കിലും ആ ദിവ്യശക്തി ഉപയോഗിക്കാതെ അദ്ദേഹം ഇല്ലുലന്റെ അപേക്ഷ സ്വീകരിച്ചു. എന്നിട്ട് ഇല്ലുലൻ വന്നിട്ട് മുനിയോട് പറയുകയാണ്, അങ്ങ് എൻ്റെ എവിടേക്കാണ് പർണശാലയിൽ വന്ന് വിശ്രമിച്ചാലും എന്ന് പറയുകയാണ്. അങ്ങനെ ത്രികാല ജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം ഇത് ഇല്ലുലൻ എന്നുള്ള രാക്ഷസനാണെന്നൊക്കെ അറിയാം. എന്നാലും എന്ത് ചെയ്യുകയാണ്? മഹർഷി ആ ഒരു ഇത് സ്വീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കാനായിട്ട് പോവുകയാണ്. വിരുന്നുണ്ണുവാനും വിശ്രമിക്കുവാനും അഗസ്ത്യമുനി സമ്മതിച്ചതിൽ സന്തുഷ്ടനായ ഇല്ലുലൻ തടാകത്തിലിറങ്ങി സ്നാനകർമാദികൾ നടത്തി ആഹാര സാധനങ്ങൾ തിടുക്കത്തിൽ പാകം ചെയ്തു. അജമായി നിന്നിരുന്ന വാതാപിയെ വെട്ടിക്കൊന്ന് അജമാംസം പാകവും ചെയ്തു. പഴങ്ങളും പാല്, തേൻ, നെയ്യ് മുതലായ പൂജാദ്രവ്യങ്ങളും ഒരുക്കി രാക്ഷസൻ അഗസ്ത്യ മഹർഷിയെ സമീപിച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ അഗസ്ത്യ മഹർഷിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വാതാപി എന്ത് ചെയ്യുകയാണ്? ഇല്ലുലനെയും കൊല്ലുകയാണ്. ഇല്ലുലൻ എന്ത് ചെയ്യുകയാണ്? വാതാപി അജമായിട്ട് രൂപാന്തരം പ്രാപിച്ച വാതാപിനെ കൊന്നു അജമാംസം എടുക്കുകയാണ്. അതിനുശേഷം അജമാംസ രസായനം എടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് മഹർഷിയെ വിരുന്നിന് വേണ്ടി വിളിക്കുകയാണ്. രാക്ഷസവഞ്ചന തിരിച്ചറിയാതെ അഗസ്ത്യൻ ഭക്ഷണത്തിന് എഴുന്നള്ളി. ഉപചാരപൂർവ്വം മഹർഷിയെ പീഠത്തിലിരുത്തി അസുരൻ ഇലയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പി. തികഞ്ഞ തൃപ്തിയോടെ ആഹാരം ഉണ്ണുന്ന അഗസ്ത്യ മഹർഷിയെ നോക്കി ഇല്ലുലൻ മനതാരിൽ ഊറിച്ചിരിച്ചു. ഊണ് കഴിഞ്ഞ് മഹർഷി വിശ്രമിക്കാൻ കിടന്നു. അപ്പോൾ അസുരൻ മഹർഷിയുടെ നേർക്ക് തന്റെ കുതന്ത്രം ഉപയോഗിച്ച് മുനിയെ വധിച്ച് മാംസം ഭക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ മുനി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുനിയെ വധിച്ചിട്ട് മുനിയുടെ മാംസം ഭക്ഷിക്കുവാനായിട്ട് ആര് ശ്രമിക്കുകയാണ്? ഈ വാതാപി ശ്രമിക്കുകയാണ്. ബ്രഹ്മദേവൻ നൽകിയ വരമനുസരിച്ച് ഇല്ലുലൻ വാതാപിയെ വിളിച്ചു. അടുത്ത ക്ഷണത്തിൽ അജമായി മാറിയ വാതാപി അഗസ്ത്യമുനിയുടെ ഉദരത്തിൽ പൂർണ്ണരൂപം പ്രാപിച്ചു. അടുത്ത നിമിഷം അവൻ മഹർഷിയുടെ ഉദരം പിളർന്നു പുറത്തു വരും. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തെ പറ്റി അപ്പോഴാണ് മഹർഷി ബോധവാനായത്. എങ്കിലും അദ്ദേഹം തെല്ലും പരിഭ്രമിച്ചില്ല. അപ്പോ ഈ ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബ്രഹ്മദേവൻ. ഇപ്പം ഈ വാതാപി ഇങ്ങനെ ഒരു ഒരു അജമായി മാറിക്കഴിഞ്ഞാലും പിന്നീട് ആ അജരൂപം വിട്ടിട്ട്
തൻ്റെ യഥാർത്ഥ മനുഷ്യരൂപത്തിലേക്ക് വരാൻ സാധിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഇല്ലോലൻ എന്ത് പറയുകയാണ്, അങ്ങനെ വാതാപി വീണ്ടും ഒരു മനുഷ്യരൂപം എടുത്തിട്ട് ആ അഗസ്ത്യ മഹർഷിയുടെ ആ വയറിനുള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ വയറ് പിളർന്നു വരുമ്പോൾ മഹർഷി മരിക്കുമല്ലോ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ്. പുറത്തേക്ക് വയറ് പൊളിച്ച് പുറത്തേക്ക് ഇല്ലോലൻ വാതാപി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഒരു അപകടത്തെ ആര് മനസ്സിലാക്കുകയാണ്? അഗസ്ത്യ മഹർഷി മനസ്സിലാക്കുകയാണ്. വഞ്ചനയെ വഞ്ചന കൊണ്ട് തന്നെ വെല്ലുവാൻ മഹർഷി തീരുമാനിച്ചു. തന്റെ ഉദരത്തെ മൃദുവായി തലോടിക്കൊണ്ട് മഹാമുനി വാതാപി ജീർണോഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അഗസ്ത്യ മഹർഷിയുടെ ഉദരത്തിൽ വാതാപി ദഹിച്ചില്ലാതെയായി. നേരം വളരെയായിട്ട് മനുജൻ വാതാപി മഹർഷിയുടെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വരാത്തതിൽ കോപിഷ്ഠനായ ഇല്ലോലൻ രാക്ഷസ രൂപം പ്രാപിച്ചു. തന്റെ കയ്യിലെ ആയുധവും ചുഴറ്റിക്കൊണ്ട് അവൻ മുനിയെ വധിക്കുന്നതിന് ആഞ്ഞെടുത്തു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ആ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? തൻ്റെ വയറിൽ ഇങ്ങനെ മൃദുവായിട്ട് ഉദരത്തെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയുകയാണ്, വാതാപി ജീർണോഭവ എന്ന് പറയുകയാണ്. അതായത് വാതാപി അവിടെ ഇരുന്ന് തന്നെ ജീർണിക്കട്ടെ, അവിടെ ഇരുന്ന് തന്നെ ഇതാവട്ടെ എന്ന് പറയുകയാണ്. അപ്പം വാതാപി അവിടെ ഇരുന്ന് ജീർണിച്ച് ദഹിച്ച് മരിക്കുകയാണ്. അപ്പൊ ഏറെ നേരമായിട്ടും വാതാപി പുറത്തു വരുന്നില്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇല്ലോലന് വളരെയധികം എന്താ പറയാ ടെൻഷൻ, വളരെയധികം ഇതാവുകയും പരിഭ്രമം ഉണ്ടാവുകയും അങ്ങനെ കോപിഷ്ഠനായ ഇല്ലോലൻ എന്ത് ചെയ്യുകയാണ്? ഒരു രാക്ഷസനായിട്ട് മാറുകയാണ്. തന്റെ കയ്യിലെ ആയുധവും ചുരുട്ടിക്കൊണ്ട് അവൻ മുനിയെ വധിക്കുന്നതിന് ആഞ്ഞെടുത്തു. അഗസ്ത്യനാകട്ടെ തന്റെ കയ്യിലിരുന്ന് ദർഭപുല്ലെടുത്ത് ജപിച്ച് അതിനെ ശിവാസ്ത്രമായി സങ്കല്പിച്ച് അസുരന് നേരെ പ്രയോഗിച്ചു. ആ ശിവാസ്ത്രം ഇല്ലോലന്റെ പ്രാണൻ അപഹരിച്ചു. അങ്ങനെ 2 രാക്ഷസന്മാരുടെ ക്രൂര വിനോദങ്ങളിൽ നിന്ന് അഗസ്ത്യമുനി ലോകത്തെ രക്ഷിച്ചു. എന്നിട്ട് അപ്പോൾ അങ്ങനെ അഗസ്ത്യമുനിയുടെ നേർക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ആയുധം എന്തിക്കൊണ്ട്, എന്തായുധമാണ്? രാക്ഷസരൂപം പ്രാപിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ ആയുധവും ചുഴറ്റിക്കൊണ്ട് മുനിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ് ഇല്ലോലൻ. അപ്പോൾ ഇത് കാണുമ്പോൾ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? ഒരു കറുകപ്പുല്ല് എടുത്തിട്ട് ആ ദർഭപ്പുല്ല് എടുത്തിട്ട് അതിനെ ശിവാസ്ത്രമാക്കി മാറ്റുകയാണ്. സങ്കല്പിച്ച് ശിവാസ്ത്രമാക്കി മാറ്റിയിട്ട് അതിങ്ങനെ ആ ഇല്ലോലന്റെ കഴുത്തിലേക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഇല്ലോലന്റെ കഴുത്തിൽ അത് കൊണ്ട് ഇല്ലോലൻ മരണപ്പെടുകയാണ്. അങ്ങനെ ഇല്ലോലന്റെ പ്രാണൻ അപഹരിക്കുകയാണ്. അങ്ങനെ ഈ 2 രാക്ഷസന്മാരുടെയും കഥ ആര് കഴിക്കുകയാണ്? അഗസ്ത്യമുനി കഥ കഴിക്കുകയാണ്. അങ്ങനെ ക്രൂര വിനോദങ്ങളിൽ നിന്ന് അഗസ്ത്യമുനി ലോകത്തെ രക്ഷിക്കുകയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഓം സ്കന്ദായ നമഃ. സർവം ശ്രീ സ്കന്ദാർപ്പണമസ്തു. ഹരഹരോ ഹരഹരാം, ഹരഹരോ ഹരഹര. അപ്പം ഇന്ന് ഈ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പം ഇതാണ് പറയുന്നത്. അപ്പം എത്ര വലിയ ക്രൂര രാക്ഷസന്മാരെയാണല്ലേ അഗസ്ത്യ മഹർഷി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കളയുക, പോസിറ്റീവിലേക്ക് വരിക, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹരഹരോ ഹരഹര. അപ്പം ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ഒരു പുണ്യനദി കൂടി ഭൂമിക്ക് എന്നുള്ളൊരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാം. രാജ, അനു, രാജേഷ്, രശ്മി, ഇത്രയും പേര് വന്നിട്ടില്ല. ഇന്ന് കുറവാണല്ലോ ആൾക്കാർ. കുഴപ്പമില്ല, പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും വന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കന്ദപുരാണം കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എനിക്ക് ബാലനാശം, നമ്മൾ ഭൂമിയിൽ എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ നല്ല കാര്യത്തിൻ്റെ ഒന്നും ബലം ഇല്ലാതാവുകയില്ല. അത് നമുക്ക് എപ്പോഴായാലും കിട്ടും. അതിപ്പം എനിക്കായാലും ശരി, നിങ്ങൾക്കായാലും ശരി, ആർക്കായാലും ശരി തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ബാഡ് കർമാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ക്ഷമ ചോദിക്കുക, പിന്നെ ആ ബാഡ് കർമാസ് നമ്മൾ ചെയ്യാതിരിക്കുക. ഭഗവാനോട് നമ്മൾ പറയുക, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയും എന്താ പറയുക, തെറ്റുകളിൽ നിന്ന് മുക്തരായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ
മുക്തരാവാൻ വേണ്ടി ശ്രമിക്കുക. ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോകാറുണ്ട്, എങ്കിലും അതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നമുക്ക് സാഹചര്യം കൊണ്ടാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുള്ളെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്താണ്, നമ്മൾ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദേവിയോടും നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനോടും നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയില്ല നമുക്ക് കറക്റ്റ് എന്താണ് നമ്മുടെ പർപ്പസ്, നമുക്ക് എന്താണ് വേണ്ടത്, എന്തായിരിക്കും നമ്മുടെ ആവശ്യം, ഏത് ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെയും നമ്മൾ ഭക്തി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഭൗതികതയുണ്ട്, അതിനോടൊപ്പം നമ്മൾ ആത്മീയതയും കൂടെ കൊണ്ടുപോകുന്നവരായിരിക്കും മിക്കവരും. അപ്പം അങ്ങനെ നമ്മൾ ആത്മീയതയും കൂടെ കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം, ഒരുപാട് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് പലരും വരാം. പക്ഷെ നമ്മൾ ഇതിലൊന്നും പോയി വീഴാതിരിക്കാം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്യുന്നതിന് അതിൻ്റെതായ അന്തസ്സുണ്ട്, ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഒരു കൂലിപ്പണി ചെയ്യുന്നവരായാലും ശരി, ഒരു എന്താ പറയുക, ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആയാലും ശരി, ഒരു ഹോസ്പിറ്റലിൽ ജോലി ആയാലും ശരി, എങ്ങനെയുള്ള ജോലിയായാലും ശരി, ഒരു പാട്ട് പാടുന്ന ഒരു സിംഗർ ആയിക്കോട്ടെ, ഒരു ആക്ടർ ആയിക്കോട്ടെ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട്. അത് അവരുടെ തൊഴിലാണ്, അവരുടെ അന്നമാണ്. അപ്പം അതുകൊണ്ട് ഒന്നിനെ നമ്മൾ ഇതാക്കി പറയാമല്ലോ. ബിസിനസ് ആയാലും എന്ത് മേഖലയായാലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊരു ഇതിനായാലും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. അത് നമ്മൾ ബഹുമാനിക്കുക, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് മേഖല വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവതിയോടും പ്രാർത്ഥിക്കുക, ഭഗവാനോടും പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയില്ല നമ്മൾ കറക്റ്റ് എന്താണ് നമ്മുടെ ഇതൊന്നും നമുക്ക് ഒന്നും അറിയാൻ കഴിയത്തില്ല അല്ലേ. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ലേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളെ കൊണ്ട് നമുക്ക് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ബാക്കി ചെയ്യേണ്ടത് അവരാണ് അല്ലേ. നമുക്കിപ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ചിലരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ വീട്ടുകാരെയായാലും കുടുംബത്തെ ആയാലും ആരെയായാലും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യലി ആയാലും എങ്ങനെയായാലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഭഗവാന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഭഗവതിക്കോ ഭഗവാനൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നമുക്ക് ഒരാളോട് ഉപദേശിക്കാം, നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം എന്ന് നമുക്ക് അവരോട് ഇങ്ങനെ പറഞ്ഞ് അവരെ കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ അത് മുൻകൈ എടുത്ത് ഇറങ്ങി അത് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവരാണ് അല്ലേ, അവരുടെ കർത്തവ്യമാണ് അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ വീട്ടുകാരോടായാലും ആരോടായാലും ശരി തന്നെ നമുക്ക് അവർക്കത് പറഞ്ഞു ഉപദേശിക്കാൻ, അമ്മ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യണം, ഇതേപോലെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാം, ഇത് നമുക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരാളോട് നമുക്ക് അവരെ ഇത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം, ഇത് നമുക്ക് അവരെ നേർവഴിയിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഇതാക്കാം. അതിപ്പോൾ നമുക്ക് ആരോടായാലും നമുക്ക് അത് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നീട് അത് മുൻകൈ എടുത്ത് ഇറങ്ങി അതിനു വേണ്ടി ചെയ്യേണ്ടത് ആരാണ്? അവരാണ് അല്ലേ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡിവോഷണൽ വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്താ വെച്ചാലും ഞാൻ മിക്കപ്പോഴും ലൈവ് ഇടാറുണ്ട്. കാരണം കുറച്ച് പേരെങ്കിലും ഒരു ഇതിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് എന്നെ എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ്. മറ്റുള്ള കുറച്ച് പേരെങ്കിലും ഒരു ഇതിലേക്ക് വരട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് കുറേ പേര് വന്നിട്ട് എനിക്ക് കുറേ നെഗറ്റീവ്സ് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ശരിയല്ല അങ്ങനെയുള്ള രീതി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വന്നിട്ട് നമ്മൾ ഭക്തി കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ കൂടിയും അവരെ പോലും എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. അതിപ്പോൾ നമ്മുടെ FBയിലുള്ള ഫോളോവേഴ്സ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലുള്ളവരായിക്കോട്ടെ, ആരായാലും ശരി തന്നെ. പക്ഷെ ഞാൻ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആരെയും അങ്ങനെ എന്താ പറയുക, നിങ്ങൾ ഒരിക്കലും ഇല്ലാവചനങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാതിരിക്കുക. മനസ്സിലായോ?
ഒരാൾ വന്ന് കുറച്ച് നല്ല കാര്യങ്ങളാണ്, ഭക്തി കാര്യങ്ങളാണ്, ഡിവോഷണൽ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അത് അംഗീകരിക്കാനും, അല്ലെങ്കിൽ അത് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇല്ലാ വചനങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. ഇല്ലാ വചനങ്ങൾ പറയാതിരിക്കുക. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നമുക്ക് ഒരിക്കലും നേർവഴിക്കാക്കാനോ അവരുടെ വാ മൂടിക്കെട്ടാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് അവരെ പോയി നേരിട്ട് നമ്മൾ നല്ലവരാണെന്ന് ബോധ്യപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മൾ അങ്ങനെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ആർക്കും നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താനൊന്നും കഴിയത്തില്ല. മനസ്സിലായോ? അവര് പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവർ പലരെയും പല രീതിയിൽ, പല മേഖലകളിലുള്ളവരെയും പലരെയും പല രീതിയിൽ അധിക്ഷേപിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ വല്ലതും ആണോ ഇവർ പറയുന്നത് എന്തെങ്കിലും? ഒന്നുമല്ല. ഇവര് ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഒരു നല്ലവരായിട്ടുള്ളവരെയും എന്താ പറയാ, നല്ല പേഴ്സണാലിറ്റി ഉള്ളവരെയും നല്ല പേഴ്സൺസിനെ എല്ലാവരെയും ഇവര് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് കുറ്റം പറച്ചിലാണ് അവരുടെ ഇത്. എന്നാൽ ഇതിനകത്ത് ഒരുപാട് പേര് പല വീഡിയോസും പല കാര്യങ്ങളും ഇട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും ആരും ഒന്നും പറയത്തുമില്ല, അതൊന്നും ആർക്കും പറയാൻ വേണ്ട. പക്ഷെ നല്ല പീപ്പിൾസിന്, എന്തെങ്കിലും നല്ല കാര്യമെന്ന് പറയുന്നവരെയും കൂടി ഇങ്ങനെയൊക്കെ ഇല്ലാത്ത പറയാനേ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുകയുള്ളൂ കേട്ടോ. അത് അങ്ങനെ ആയിപ്പോയി. ഇനി അവരെ ഒന്നും നമുക്ക് ഉപദേശിച്ച് നന്നാക്കാനോ അവരെ വാമൂടി കെട്ടാനോ അവരോട് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പം എന്താ പറയാ, ഒരു റീല്, ആരെങ്കിലും ഒരു റീല് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ മൈൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കുറെ കൂടെ എക്സ്പോസ് ചെയ്തുള്ള റീൽസ് ഇടും. അതിനു വേണ്ടിയിട്ട് ആണ് ഇവരിങ്ങനെ പറയുന്നെന്നുള്ളത് ഈ റീൽ ഇടുന്ന വ്യക്തി മനസ്സിലാക്കത്തില്ല. മനസ്സിലായ? അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതായിട്ട് നമ്മൾ എന്താ പറയാ, നമ്മളെ പല രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ വേറെ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇവർക്ക് കുറെ കൂടെ എന്താ പറയാ, റീൽ ഇടുമ്പോൾ ഒരു കുട്ടി ഇച്ചിരി വയറ് കാണിച്ചല്ലോ ചെറുതായിട്ട് വയറ് കാണിച്ച് റീലിട്ട് കഴിഞ്ഞാൽ പറയും ഈ കുട്ടി വയറ് കാണിച്ച് റീലിട്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് വാശി കയറും. മനസ്സിലായോ? വാശി കയറുമ്പോൾ കുറെ കൂടെ വയറങ്ങ് കാണിച്ചു കൊടുക്കും, മൊത്തത്തിൽ കാണിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്നെ അങ്ങനെ എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോണില്ല. ഞാൻ ഇതുവരെയും ഇത്രയും ഒരു ഇത് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിത അവസാനം വരെയും പോകുന്നത്. അല്ലാതെ വാശി കയറിയിട്ട് എന്നെ അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കും, അങ്ങനെയുള്ള ഇതെനിക്കില്ല. ചിലരങ്ങനെയുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ കുറെ കൂടെ അവർ കാണിച്ചു കൊടുക്കും. അങ്ങനെ എന്തിനാണ് ഈ പീപ്പിൾസ് അവരെ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ്? കുറെ കൂടെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ റീല് ചെയ്യുന്ന ആൾക്ക്, ആ വ്യക്തിക്ക് വേണം എന്നുള്ളതാണ്. മനസ്സിലായത്? അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആരെങ്കിലും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, നമ്മൾ അതിൽ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഡിവോഷണൽ കാര്യമാണ് പറയുന്നത്, ഈ എന്നെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പലതരത്തിലെ റീൽസും പല കാര്യങ്ങളും ഇടുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ എന്തൊക്കെ ഇല്ലാവചനങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എത്ര നമ്മൾ നല്ലവരാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര നന്നായിട്ടിരുന്നാലും, നമ്മൾ എത്ര ക്ലിയർ ആയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും, നമ്മൾ എന്ത് നല്ല കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കണമെങ്കിലും, നല്ല കാര്യങ്ങൾ പറയുന്നെങ്കിലും, ഈ ലോകത്തുള്ള മനുഷ്യർ ഒരുപാട് പേര് ഇങ്ങനെയുള്ളവരുണ്ട്. അതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കാനും നെഗറ്റീവ് പറയാനുള്ളവരുണ്ട്. എന്നാൽ അത്രയും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നും ഇവരൊന്നും പറയത്തുമില്ല. അല്ലാതെ നല്ല കാര്യങ്ങൾ പറയുന്നവരെ കുറിച്ച് പറയാനാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിനെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിന്റെ ഇതിലേക്ക് നമ്മൾ നോക്കാനേ പോകണ്ട. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് അവരുടെ ക്യാരക്ടറാണ്. അതെന്താ ഇങ്ങനെ ഇല്ലാത്തത് പറയുക എന്നുള്ളത് അവരുടെ ഒരു ഇഷ്ടമാണ്. അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് എല്ലാവരെയും പറയും, എന്നെയും പറയും, അല്ലാതെ ഉള്ളവരെയും പറയും, എല്ലാവരെയും പറയും. അത് അവരുടെ ക്യാരക്ടറാണ്. അപ്പം അത് നമ്മൾ മൈൻഡ് കൊടുക്കും. പക്ഷെ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്നാലും ഒരു സമയത്ത് അതിനുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം നല്ലൊരു ദിനം നേരുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പുണ്യനദി കൂടി ഭൂമിക്ക് എന്നുള്ളൊരു ഭാഗമാണ് സ്കന്ദപുരാണത്തിലെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര, ജയ് ശ്രീ രാധേ രാധേ.